കേരളം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടൊരു മണ്ഡലമായിരുന്നു വടകര. തീ പാറുന്ന മത്സരം കാഴ്ചവെച്ച വടകര മണ്ഡലം ആര് കീഴടക്കുമെന്ന ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ശൈലജ ടീച്ചറെ പിന്നിലാക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ 33,000-ലധികം വോട്ടിന്റെ ലീഡുമായാണ് മുന്നേറുന്നത്. കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിൽ തീപാറുന്ന മത്സരമാണ് വടകരയിൽ നടന്നത്. വോട്ടെണ്ണലിൽ ലീഡ് ഇടയ്ക്കിടെ മാറിമറിഞ്ഞെങ്കിലും ഷാഫി തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. വിജയം ഉറപ്പാണെന്ന് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് കൗണ്ടിംഗ് സെന്ററിൽ എത്തിയ ഷാഫി പറമ്പിൽ പറഞ്ഞു. അത് ശരിവെക്കുന്ന രീതിയിലാണ് വടകരയിലെ വോട്ടെണ്ണൽ മുന്നേറുന്നത്. എന്നാൽ ശൈലജ തിരിച്ചുവരുമെന്ന ഉറപ്പിലാണ് LDF ക്യാമ്പ് ഇപ്പോഴും. എക്സിറ്റ് പോളുകളിലല്ല, വടകരയിലെ ജനങ്ങളിലാണ് തന്റെ വിശ്വാസമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അതേസമയം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന സർവേ ശരിയല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. കേരളത്തിൽ UDF മികച്ച വിജയം നേടും. 20-20 കിട്ടാവുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. UDF വടകരയിൽ മികച്ച വിജയം നേടും. വടകരയിൽ സമാധാനം കെടുത്താൻ ബോധപൂർവം ശ്രമങ്ങൾ നടന്നു. ഇത് ചിലർ സമ്മതിക്കുകയും ചെയ്തു. നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് വടകരയിൽ ഉണ്ടായത്. വടകരയിൽ കാലുകുത്തിയത് മുതൽ ടെൻഷനില്ലായിരുന്നു. ഇടതു വോട്ട് പോലും തനിക്ക് കിട്ടുമെന്നും ഷാഫി പറമ്പിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വടകരയിലെ ജനങ്ങൾ UDFനെ കൈവിടില്ലെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കുമെന്നും കേരളത്തിന്റെ കാര്യത്തിലും തികഞ്ഞ വിശ്വാസമുണ്ടെന്നും പറയുകയുണ്ടായി. ഷാഫി പറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ജനങ്ങളിൽ നിറച്ച ആവേശം നമ്മൾ കണ്ടതാണ്. അത് വീണ്ടും ഉറപ്പുവരുത്തുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.